സിറ്റിയിൽ പോലീസ് എന്താ എല്ലാത്തേന്ന്? സിറ്റിയിൽ പോലീസ് അറിയാൻ വയ്യ, എന്തിനാണെന്നറിയാം. ഈ ഇടയ്ക്ക് താങ്ക് യു സോ മച്ച് ബ്രോ. സ്നൈപ്പിന്റെ സീൻ എന്തിനാണ്? സ്നൈപ്പല്ല, നമ്മളാ കുഞ്ഞനില്ലേ സിറ്റി വന്ന് ഇറങ്ങിയപ്പം ഏതോ ഒരുത്തന്മാര് പീഡിയിലുള്ള ഒരുത്തൻ തന്നെ, അവൻ ഓഫ് ഡ്യൂട്ടി ആയിരുന്നു. വന്ന് കുഞ്ഞനെ വന്ന് ചുമ്മാ വന്ന് ഇടിച്ചു കൊന്നു. അവൻ വന്ന് ഇറങ്ങിയതേ ഉള്ളയാ, മനസ്സിലാ. അവന്മാര് വന്ന് വെച്ച് ഞാൻ വണ്ടി എന്തിനെടുത്തെന്നും പറഞ്ഞിട്ട് വന്നു. അവന്റെ അടുത്ത് ഏതോ വണ്ടി കിടന്നു, അത് അവന്റെ വണ്ടിയാ. അത് ഇവ എടുത്തോണ്ട് പോയെന്നും പറഞ്ഞിട്ട് അവന്റെ അടുത്ത് പറയാതെ വന്ന് അവനെ ഇടിച്ചോണ്ടിരുന്നു. മറ്റേ ഹെയ്ലി മാർഷൽ മറ്റേ മേഡം ഇല്ലേ, അവരും ഉണ്ടായിരുന്നു കൂടെ. ഇവനെ കൊന്നിട്ട് ഇവര് ആ വണ്ടി കയറിപ്പോയി, ആ കാർ കയറിപ്പോയി, മനസ്സിലായ. അപ്പൊ ഇവൻ ലൈക്ക് അവന്റെ കൂടെ നിന്ന് ഒരു പെണ്ണുണ്ടായിരുന്നു. അപ്പൊ അവര് കണ്ട് ഇങ്ങനെ മേഡത്തിന്റെ കൂടെ കയറി പോകണം. അപ്പൊ ഇവര് പിടിയിലല്ലേ, കൊന്നൊരു വിക്ടിമിന്റെ കൂടെ പോയെന്നുള്ള രീതിയിൽ ഇവര് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി നേരെ അവിടെ പോയി. മറ്റേ ജിഞ്ച ഇല്ലേ, ജിഞ്ച, പീടിയിലൊരു ജിഞ്ച ഉണ്ട്. ജിഞ്ച നിനക്ക് അറിയാം, പണ്ടത്തെ. പുള്ളി പീടിയിലായിരുന്നു. പുള്ളി സ്നൈപ്പും കൂടി സംസാരമായി. അപ്പൊ ഇതിനിടയിൽ ഇവൻ തെറി വിളിച്ചു. ഇവനെ വന്ന് ഇടിച്ചപ്പോഴേ കുഞ്ഞനെ വന്ന് ഇടിച്ചോണ്ടിരുന്ന മറ്റേ പയ്യൻ. അപ്പൊ പറഞ്ഞു ഇവന് ദേഷ്യം, ഇവനെ ഒന്നും അറിയാം. ആദ്യം ഇവൻ മര്യാദക്ക് പറഞ്ഞു എന്താണ് ഇടിക്കുന്ന കാര്യം പറയുന്നത്. എന്നിട്ട് ഇവന് ദേഷ്യം വന്നപ്പോ ഇവൻ തെറി വിളിച്ചു, നീ ആരുടെ പേരെന്ന് അങ്ങനെ എന്തോ ചോദിച്ചു. നിഞ്ച കുഞ്ഞൻ ചോദിച്ചു. കുഞ്ഞൻ ദേഷ്യം വന്നിട്ട്, കാരണം അവ കയറിയതിട്ടുള്ളൂ സിറ്റിയിൽ. അപ്പൊ തന്നെ അവനെ വന്ന് ചൊറിഞ്ഞ് അങ്ങോട്ടൊന്ന് സിറ്റുവേഷൻ എടുത്തപ്പോ അവന് പൊട്ടിയിട്ട് അവൻ വിളിച്ചു. അപ്പൊ പറഞ്ഞ ജിഞ്ച പറഞ്ഞ ഇങ്ങനെ തെറി വിളിക്കരുത്, മറ്റേതാണ് മറിച്ചതാണ്, തെറി വിളിച്ചു ഞാൻ ട്രിഗർ ആയിട്ടാണ് പറഞ്ഞ ആള്, മനസ്സിലായോ. അങ്ങനെ സ്നൈപ്പും ഇവരും കൂടി എല്ലാം കൂടി ചോദിക്കാൻ വന്നു. അപ്പൊ പുള്ളി തന്നെ പറയണ് ഞാൻ ഇവിടുത്തെ അഡ്മിനാണ്, മറ്റേതാണ് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്, മനസ്സിലായി. അങ്ങനെ അതായത് ജിഞ്ച പീടി നിന്നിട്ട് പുള്ളി പറയണ. അതായത് അണ്ണ ഇവര് പറഞ്ഞ് തെറി വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് തെറി വിളിച്ചേര്. അപ്പൊ സ്നൈപ്പ് പറഞ്ഞ് അത് പുറത്ത് നോക്കാം, മനസ്സിലാ. അല്ല നിങ്ങൾ ഇവിടെ നോക്കണമെങ്കിൽ ഇവിടെ നോക്കാം, പക്ഷെ അത് പുറത്ത് കൊണ്ടുവച്ചിട്ട് ടിക്കറ്റ് വലിക്കല് രണ്ടും കൂടി പറ്റൂലെന്ന് പറഞ്ഞു, മനസ്സിലാ. എന്നിട്ട് ഈ പീഡിയുടെ ഇവര് സത്യം പറഞ്ഞ പീഡിയിൽ പോയത് പീഡിയുടെ കേസ് സംസാരിക്കണം. ഈ മേഡം അതിന് കയറി പോയത് സംസാരിക്കാനാ വന്നേ. പക്ഷെ ജിഞ്ച സംസാരിച്ച് തെറി വിളിച്ചു എന്തിനു, നീ തെറി വിളിക്കേണ്ട ആവശ്യം എന്തിനാണ്, നീയൊക്കെ തെറി വിളിക്കുക, അങ്ങനെയാണ് സംസാരിച്ച. അപ്പൊ സ്നൈപ്പ് ഇടയിൽ കയറി പറഞ്ഞ് ഇതേപോലെ തെറിയല്ലേ, അത് നമ്മൾ പുറത്ത് നോക്കിക്കോളാം എന്നുള്ള രീതി. അതായത് FRP ആയിട്ട് വരുവാണെങ്കിൽ പുറത്തു നോക്കാം. അപ്പൊ ഇവൻ പറഞ്ഞു അത് പറ്റൂല, ഇവിടെ നോക്കണം എന്നുള്ള രീതി. അപ്പൊ അങ്ങനെ അപ്പൊ ഇവര് പറഞ്ഞു എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, അഡ്മിനെ വിളിക്കാം, ഇതിങ്ങനെ ഉണ്ടോ ഇല്ലേ. ഹലോ, ഇന്നലെ ഇട്ട ഡ്രസ് ഇന്നത്തെ ഡ്രസ് ക്വാളിറ്റി ഇഷ്യൂസ് ഇന്നലെ ഇട്ട ഡ്രസ് ഇന്നത്തെ ഡ്രസ് തമ്മിൽ ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടോടാ? നോക്കട്ടെ, ശ്രദ്ധിച്ചില്ല, നോക്കട്ടെ. നമ്മള് പുതിയൊരു സാധനം ട്രൈ ചെയ്തു. നമ്മൾ പുതിയൊരു സംഭവം ട്രൈ ഔട്ട് ചെയ്ത് നോക്കുമ്പോ തന്നെ മനസ്സിലാവല്ലേ. അത് ചെക്ക് ചെയ്ത് ഞാൻ പുതിയ സംഭവം ട്രൈ ഔട്ട് ചെയ്താണ്. തീർച്ചയായിട്ടും എന്നിട്ട് ലൈക്ക് ഇവര് പറഞ്ഞു അന്ന് അഡ്മിനെ വിളിച്ച് ചോദിക്കാന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി അവിടെ ഇരുന്നിട്ടാണ് ഞാൻ തന്നെയാണ് ഇവിടുത്തെ അഡ്മിൻ, ഞാൻ തന്നെയാണ് ഇതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അതെ അതാ പറഞ്ഞ. അങ്ങനെ സംസാരം. അപ്പൊ സൂപ്പർ ചാറ്റ് അങ്ങ് കത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാസസ് ബ്രോ വീണ്ടും 1000 rupees സൂപ്പർ ചാറ്റ്. എന്റെ അളിയ കാസസ് ബ്രോ, ഏതാ കാസസ് ബ്രോ, താങ്ക് യു സോ മച്ച്. പിന്നെ അല്ല, അത്രേ ഉള്ളു. ഗ്യാങ് ആക്ടിവിറ്റീസ്